onion, ginger paste, പിന്നെ ടൊമാറ്റോ ചിക്കൻ. ഇത് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ടതാണ് ഉണ്ടാക്കി പിന്നെ നമ്മള് പാസ്ത ഇട്ടു. അപ്പം നമ്മൾ ആദ്യം തന്നെ പാത്രം ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണിത് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് ഇട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് സവാളയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ ഞാൻ വേഗം വഴന്നു വരും. ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്നായി വരുമ്പോൾ നമുക്ക് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഇളക്കി ചേർത്തതിന് ശേഷം പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി, ചിക്കൻ മസാല ഇത്രയിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം മസാല. അപ്പം നമ്മൾ ചിക്കൻ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിച്ചത് അതൊന്ന് ചെറുതാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് അരപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് അരപ്പൊക്കെ പിടിച്ച് വരുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പാസ്ത ഒന്ന് കഴുകി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. പാസ്ത വേവിക്കാനായിട്ട് ഞാൻ മറ്റേ ചിക്കൻ്റെ സ്റ്റോക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് പാസ്തയിൽ ഇളക്കി ചേർത്ത് പിടിപ്പിച്ചതിന് ശേഷം ചിക്കൻ സ്റ്റോക്കും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ പാസ്ത റെഡിയായി വന്നിട്ടുണ്ട്. കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ, വെള്ളമൊക്കെ വെച്ചിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ലാസ്റ്റായിട്ടൊന്ന് ഒരു സംഭവം കൂടി നമുക്ക് ന്യൂസിനെ കൊണ്ട് ആഡ് ചെയ്യിപ്പിക്കാം. ലാസ്റ്റായിട്ട് എന്താ ചെയ്യണേ? എന്താ ഇടുന്നേ? ലാസ്റ്റായിട്ട് എന്താ ഇടുന്ന ന്യൂസ്? സ്പ്രിംഗ് ഓണിയനാണ് ഇടുന്നത്. ഇട്ടോ ഇട്ടോ ന്യൂസ് സ്പ്രിംഗ് ഓണിയൻ ഇടുക. ന്യൂസ് മമ്മനെ ഹെൽപ്പ് ചെയ്യണല്ലേ കുക്ക് ചെയ്യാൻ. അപ്പൊ ന്യൂസ് ഉണ്ടാക്കിയ പാസ്ത നിക്കൂട്ടനെ കൊണ്ട് കഴിപ്പിക്കണേ. കഴിച്ചിട്ട് നോക്കിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. സൂപ്പർ യമ്മി.